ഞങ്ങളുടെ ശകുനം മുടക്കി മുന്നിൽ വന്ന് തന്നെ നിന്നോളണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം രാധേ? ഒരു വിധവയെ കണികണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് കാലന് കഴുത്ത് നീട്ടി കൊടുക്കുന്നതിന് തുല്യമാണെന്ന് അറിയില്ലേ രാധയ്ക്ക്? നിന്റെ കെട്ടിയവനെ കൊന്നതുപോലെ ഇനി എന്നെ കൊലയ്ക്ക് കൊടുക്കണോ നിനക്ക്? കയറിപ്പോ അടുക്കളയിലേക്ക്. അവിടെ ചെന്ന് ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ചാൽ വേഗം ചെയ്തു തീർക്ക്. ചെല്ല്. മുഖം കുനിച്ച് കണ്ണു നിറച്ച് മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ മനസ്സാക്ഷിയില്ലാതെ കുറ്റപ്പെടുത്തി അടുക്കളയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ക്രൂരമായ സംതൃപ്തിയുടെ ചിരിയുണ്ട് അനതയുടെ ചുണ്ടിൽ. അസത്ത് പിടിച്ചത് പേറുപേറുത്തവൾ. ഇതൊക്കെ ഇത്തിരി കൂടുതലാണ് ഏടത്തിയമ്മേ. നിങ്ങളുടെ സ്വന്തം ചോരയല്ലേ അത്? നിങ്ങൾ ഒരാളുടെ വാശി കാരണമല്ലേ ആ പാവത്തിന് ഇവിടുത്തെ മരുമകളാകേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ അതിന് ഈ ചെറുപ്പത്തിൽ തന്നെ വിധവയാകേണ്ടി വന്നത്? അനിതയ്ക്ക് നേരെ ശബ്ദമുയർത്തി പ്രമോദ്. ആനന്ദയുടെ ഭർത്താവ് പ്രകാശന്റെ അനിയനാണ് പ്രമോദ്. രാധയുടെ ഭർത്താവായിരുന്ന പ്രദീപ് ആ കുടുംബത്തിലെ മൂത്തയാൾ. ചെറുപ്പം മുതലേ അസുഖക്കാരനായിരുന്നു പ്രദീപ്. അതുകൊണ്ട് തന്നെ വിവാഹമൊന്നും കഴിച്ചിരുന്നില്ലവൻ. വെറുതെ ഒരു കുട്ടിയുടെ ജീവിതം എന്തിന് ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ച സാധുവാണ് പ്രദീപ്. പ്രകാശന്റെ ഭാര്യയായി അനിത ആ വീട്ടിലെത്തുമ്പോൾ അവൾക്ക് തോന്നിയ കുബുദ്ധിയാണ് അസുഖക്കാരനായ പ്രദീപിനെ കൊണ്ട് രാധയെ കല്യാണം കഴിപ്പിക്കുക എന്നത്. കൂടെപ്പിറപ്പാണെങ്കിലും അനിതയ്ക്ക് കണ്ണിന് മുമ്പിൽ കണ്ടുകൂടാ രാധയെ. കാരണമില്ലാത്ത വെറുപ്പാണ് അവൾക്ക് രാധയുടെ കല്യാണത്തിലൂടെ രണ്ടായിരുന്നു അനിതയുടെ ലക്ഷ്യം. 5 പൈസ ചിലവില്ലാതെ രാധയുടെ കല്യാണം നടന്നാൽ അതിന്റെ പേരിൽ അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് വാങ്ങിയെടുക്കാം. രാധയെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത വിധം വെറുപ്പിച്ചിട്ടുണ്ട് ആദ്യമേ അനിത. അതുകൊണ്ട് തന്നെ അവൾ അനിതയെ അനുസരിക്കും. വിവാഹശേഷം പ്രദീപ് മരിച്ചു പോയാൽ ബിസിനസ്സിലൂടെ അവൻ നേടിയ അവന്റെ ഭാരിച്ച സ്വത്തുക്കൾ ഭാര്യയായ രാധയ്ക്കും കിട്ടും. അതും തഞ്ചത്തിൽ അവൾക്ക് കൊടുക്കാതെ തട്ടിയെടുക്കുകയും ചെയ്യാം. പ്രകാശന്റെ അമ്മയെ സോപ്പിട്ട് പ്രദീപിന്റെ വിവാഹകാര്യം സമ്മതിപ്പിച്ചെടുത്തു അനിത. ആദ്യം വിവാഹം കഴിക്കുന്നില്ലെന്ന വാശി പിടിച്ച പ്രദീപിന് മുമ്പിൽ അമ്മയെ നിരാഹാര വ്രതം എടുപ്പിച്ച പിന്നിലും അനിതയുടെ ബുദ്ധിയാണ്. ഒടുവിൽ പ്രദീപം കീഴടങ്ങിയതോടെ രാധ പ്രദീപിന്റെ ഭാര്യയായി. സൗന്ദര്യവതിയാണ് രാധ, നല്ല പെൺകുട്ടി. എല്ലാവരെയും അനുസരിച്ച് മാത്രമാണ് അവൾക്ക് ശീലം. പ്രദീപ് ഒരുപാട് സന്തോഷത്തിലായിരുന്നു രാധയുമൊത്തുള്ള ജീവിതത്തിലെങ്കിലും. വിവാഹം കഴിഞ്ഞ് 6 മാസം പിന്നിടും മുൻപേ അവൻ മരണത്തിന് കീഴടങ്ങി. കാര്യങ്ങളെല്ലാം അനിത നിശ്ചയിച്ച പടി നീങ്ങി. രാധയും അവളിൽ വന്ന സ്വത്തുമെല്ലാം അനിതയുടെ നിയന്ത്രണത്തിലായി. പ്രദീപ് മരിച്ച വർഷം 1 കഴിഞ്ഞതും രാധയെ ആ വീട്ടിലെ വേലക്കാരിയാക്കി അനിത. രാധയോട് അല്പം കരുണയോട് പെരുമാറിയ അമ്മായിയമ്മയിലും വിഷം നിറച്ചു അനിത. അവളുടെ ചതികൾ ആ വീട്ടിൽ തിരിച്ചറിഞ്ഞ ഒരാൾ പ്രമോദാണ്. അനിതയെ തനിച്ചു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ചോദ്യം ചെയ്യും പ്രമോദ്. നീ ഇതെന്തൊക്കെയാണ് പ്രമോദി പറയുന്നത്? രാധയുടെ സ്വന്തം അനിയത്തിയല്ലേ? അവളെന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയല്ലേ ഞാൻ അവളെ നിന്റെ വലിയേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്? നിന്റെ ഏട്ടൻ ഒരു ജീവിതവും കിട്ടും, എൻ്റെ രാധയെ എനിക്ക് എപ്പോഴും കാണുകയും ചെയ്യാമല്ലോ എന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. അത് ഇത്ര വലിയ തെറ്റായി നീ കാണുമെന്ന് ഞാൻ അറിയാതെ പോയി. ഇതെനിക്ക് സഹിക്കാൻ വയ്യടാ. പറഞ്ഞു തീരും മുൻപേ ആർത്ത് കരയുന്ന അനിതയെ പകച്ചു നോക്കി പ്രമോദ്. ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറാൻ കഴിവുള്ള ഇവരുടെ അഭിനയം എന്തിനാണെന്ന് മനസ്സിൽ ഓർത്തു പ്രദീപ്. മുറ്റത്തേക്ക് നോക്കിയതും കണ്ടു പടി കടന്ന് കയറി വരുന്ന പ്രകാശേട്ടനും അമ്മയും. അവരെ കാണിക്കാനും തന്നെ ചീത്ത കേൾപ്പിക്കാനുമുള്ള അനിതയുടെ ശ്രമത്തെ അറിഞ്ഞതും അവരെ നിസ്സംഗതയോടെ നോക്കി പ്രമോദ്. അയ്യോ, എന്തിനാ എൻ്റെ കുട്ടി കരയുന്നത് ഈശ്വര? എന്ത് പറ്റിയതാ എൻ്റെ മോൾക്ക്? ആനന്ദയുടെ കരയുന്ന മുഖം കണ്ടതും അവൾക്കരികിലേക്ക് ഓടിച്ചെല്ലുന്ന തൻ്റെ അമ്മയെ അലക്ഷ്യമായൊന്ന് നോക്കിയവൻ. ഇതിവിടുത്തെ പതിവ് കാഴ്ചയാണ്. തങ്ങൾ മക്കളെക്കാളും അമ്മയ്ക്ക് പ്രിയങ്കരി മരുമകളായ അനിതയാണ്. അവൾ പറയുന്നത് ഈ വീട്ടിലിപ്പോൾ നടക്കുമെന്ന അവസ്ഥയാണ്. മോളെ, എന്താടി പറ്റിയത്? അനിതയുടെ മുഖത്തെ കണ്ണുനീർ ചാലുകൾ തുടച്ചു നീക്കി അമ്മ ആദ്യോട് ചോദിച്ചതും പ്രമോദിനെ ആരും കാണാതെ വല്ലാതെ ഒന്ന് നോക്കി അനിത. അവളുടെ നോട്ടത്തിൽ അപകടം അടുത്തു പ്രമോദ്. എന്നെ ഈ പ്രമോദ് അടിച്ചമ്മേ. നട്ടാൽ കുരുക്കാത്ത നുണ അനിത പറഞ്ഞപ്പോൾ ഞെട്ടിയത് പ്രമോദ് മാത്രമല്ല, ഉമ്മറത്തെ ബഹളം കേട്ട് അവിടേക്ക് വന്ന രാധ കൂടിയാണ്. നിന്നെ അടിക്കേ ഇവനോ? എന്തിന്? അവിശ്വാസമാണ് അമ്മയിൽ. അതമ്മ ഞാൻ എങ്ങനെയാ പറയുക? ഞാൻ വരുമ്പോൾ രാധയും ഇവനെയും മുറിയിൽ അരുതാത്ത രീതിയിൽ കണ്ടു. അത് ചോദിച്ചതിന് അവൻ എന്നെ തല്ലി അമ്മേ. ആരും വിശ്വസിക്കും പോലൊരു നുണ അനിത പറഞ്ഞതും താറഞ്ഞു നിന്നുപോയി പ്രമോദ്. ശബ്ദമില്ലാതെ തേങ്ങിക്കരഞ്ഞു രാധ. കൂടപ്പിറപ്പിന്റെ ചതിയിൽ ചോദ്യങ്ങളോ ഉത്തരം തേടലോ ഇല്ലാതെ അമ്മ പ്രമോദിനെയും രാധയെയും തല്ലുന്നത് കണ്ണിറയെ സന്തോഷത്തോടെ നോക്കി നിന്നു അനിത. പ്രമോദ് എന്ന തൻ്റെ ശത്രുവിനെ ഇനി അമ്മ ഈ വീട്ടിൽ നിർത്തില്ലെന്ന് ഉറപ്പാണ് അനിതയ്ക്ക്. ബഹളങ്ങളും ശാപങ്ങളും നിറഞ്ഞൊരു രാത്രി കടന്നുപോയി. നേരം പുലർന്നതും ഉമ്മറത്ത് കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തെറിച്ചുപോയി അനിത. രാധയുടെ കഴുത്തിൽ താലി കെട്ടിയവളെ ഭാര്യയാക്കി നാട്ടുകാർക്കിടയിലൂടെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന പ്രമോദ്.
കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്ന അനിത. നെഞ്ചിലടിച്ച് കരയുന്ന അമ്മയെയും ഞെട്ടി നിൽക്കുന്ന അനിതയെയും പുച്ഛത്തോടെ നോക്കി പ്രമോദ്. ഈ വീടിനെ പടിച്ചവിട്ടാൻ നിന്നെയോ ഇവളെയോ ഞാൻ സമ്മതിക്കില്ല പ്രമോദേ. അത് പറയാൻ നീ ആരാടി? നിനക്കെന്താ അവകാശം ഇവിടെ? വീര്യം വീണ്ടെടുത്ത് ചീറി പറയുന്ന ആനന്ദിക്ക് മുമ്പിൽ ഇത്തവണ ശബ്ദം ഉയർത്തി കയറി നിന്നത് രാധയാണ്. രാധയുടെ മുഖഭാവത്തിലും കടുപ്പിച്ച ചോദ്യത്തിലും ഞെട്ടി അനിത. ഇതെന്റെ മരിച്ചുപോയ ഭർത്താവ് എനിക്ക് ഇഷ്ടദാനമായി എഴുതി തന്ന വീടും സ്വത്തുക്കളുമാണ്. ഇതെല്ലാം എൻ്റെ ഇഷ്ടപ്പടി ഉപയോഗിക്കാനും ചെലവഴിക്കാനുമെല്ലാം അവകാശം എനിക്ക് മാത്രമാണ്. എന്നെ അനുസരിക്കാമെങ്കിൽ മാത്രം അനിതയ്ക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഈ നിമിഷം ഇറങ്ങാം. രാധയുടെ ശബ്ദത്തിന് കടുപ്പമേറിയതും നനഞ്ഞ പടക്കമായി അനിത. നോക്കി നിൽക്കുന്നവർക്കിടയിലൂടെ പ്രമോദിനെ കൈപിടിച്ച് മുറിക്കുള്ളിലേക്ക് കയറി വാതിലടച്ചു രാധ. വാതിലടഞ്ഞതും പ്രമോദിന് മുമ്പിൽ തുളുമ്പി രാധയുടെ മിഴികൾ. കൂട്ടുകാരിയായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നും ഞാൻ രാധയെ, ഈ കല്യാണത്തിന് ഞാൻ രാധയെ നിർബന്ധിച്ചത് ഞാൻ കൂടി ഇവിടെ ഇല്ലാതായാൽ അനിതയും അമ്മയും കൂടി നിന്നെ എൻ്റെ പേരും പറഞ്ഞ് കൊല്ലുമെന്ന് അറിഞ്ഞു തന്നെയാണ്. അനിയന്റെ സ്ഥാനത്ത് നിന്നെ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് കാണാൻ കഴിയുന്ന ദിവസം വരെ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. പ്രമോദിന്റെ വാക്കുകൾക്ക് മുൻപിൽ നിശബ്ദയായി രാധ. 2 വർഷങ്ങൾക്കിപ്പുറം വീർത്തുന്തിയ രാധയുടെ വയറിൽ ചെവിയോർത്തു കിന്നാരം പറഞ്ഞും ഇടയ്ക്ക് രാധയുടെ ചുവന്ന ചുണ്ടുകളിൽ കടിച്ചു നുകർന്ന സ്നേഹം പങ്കിട്ടും പ്രമോദ് കിടക്കുമ്പോൾ അവരുടെ പ്രണയചേഷ്ടകൾ കണ്ട ആ മുറിക്കുള്ളിൽ കയ്യിൽ ഒരു ജ്യൂസ് ഗ്ലാസുമായി നിൽപ്പുണ്ട് അനിത. രാധ ക്ഷീണിക്കുമ്പോൾ അവൾക്ക് നൽകാനായി പ്രമോദ് ഉണ്ടാക്കിച്ചതാണത്. കാലമൊന്ന് കറങ്ങിത്തിരിഞ്ഞപ്പോൾ ഈ വീട്ടിൽ എല്ലാവർക്കും പ്രിയങ്കരയായി മാറി രാധയെങ്കിൽ വെറുക്കപ്പെട്ടവളായി അനിത. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിവില്ലാത്തവളെന്ന് ഡോക്ടർ വിധി എഴുതിയതോടെ പ്രകാശിനും അമ്മയും അകന്ന് അവളിൽ നിന്നും. കാലം തിരിച്ചടികൾ നൽകാതെ കടന്നു പോയിട്ടില്ല ഒരു നാളുമെന്നോർത്ത് തൻ്റെ അവസരത്തിന് കാത്തുനിന്ന അനിതയും ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിച്ചു തന്നെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്